അള്ളാഹ്ക്ക് തെളിവോ? എല്ലാം തെളിവാണ്. എന്താ തെളിവല്ലാത്ത? എല്ലാം തെളിവാണ്. നിങ്ങളെ വീട്ടിലുള്ള ആട് തെളിവാണ്, നിങ്ങളുടെ വീട്ടിലുള്ള കോഴി തെളിവാണ്, നിങ്ങളുടെ വീട്ടിലുള്ള മരങ്ങൾ തെളിവാണ്. ആടിന് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് പച്ച പുല്ല്, ആട്ടിൽ നിന്ന് കിട്ടുന്നത് വെള്ളപ്പാല്. ആരാ പെയിന്റ് മാറ്റിയത്? വെള്ളപ്പാല് കിട്ടുന്ന ആടിന്റെ അകട് നമ്മൾ പൊട്ടിച്ചു നോക്കിയാൽ പാലിന്റെ ടാങ്ക് എവിടെ ഉണ്ടോ? ഇല്ല, രക്ത പൊട്ടുക. ആട് തെളിവാ മോനെ, നീ തെളിവാ. അല്ല ഉണ്ട് എന്നതിന് ഒന്നാമത്തെ തെളിവ് ഭൂമിയല്ല, ആകാശമല്ല, ജ്യോതിർഗോളമല്ല, അനന്തകോടി താരകങ്ങളല്ല. ഈ വാള് പറയുന്ന ഞാനാ, കേൾക്കുന്ന നിങ്ങളാണ്, വേറെ ആരുമല്ല. എന്നിട്ട് അള്ളാഹനെ അറിയാതെ പോയാൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മുമ്പിൽ പതറും, പരാജയപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടുത്തെ ഫ്രൂട്ട്സുകളൊക്കെ സീസണാണ്. മാങ്ങന്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കിട്ടുമോ? ബത്തക്കന്റെ സീസൺ കഴിഞ്ഞാൽ ബത്തക്ക കിട്ടുമോ? ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞാൽ ഓറഞ്ച് കിട്ടുമോ? കപ്പയുടെ സീസൺ കഴിഞ്ഞാൽ കപ്പ കിട്ടുമോ? പിന്നെ തേങ്ങക്ക് സീസൺ ഇല്ലേ? അള്ളാന്റെ ഒരു പണിയൊക്കെ നിങ്ങൾ തേങ്ങയും കൂടി സീസൺ ആണെങ്കിൽ ആകെ കഴിഞ്ഞില്ലേ. കാരണം തേങ്ങ എപ്പോഴും ആവശ്യമുള്ളതാണ്. അതിനാണ് വെളിച്ചെണ്ണ, അതിനാണ് എണ്ണ. തേങ്ങ ഇല്ലാതെ പിടിച്ചിക്കാൻ പറ്റൂല. അതുകൊണ്ട് തേങ്ങ അല്ലാഹു തആല സീസൺ ആക്കിയില്ല. സുബ്ഹാനല്ലാഹ്. മാങ്ങ എപ്പോഴും വേണ്ട, ചക്ക എപ്പോഴും വേണ്ട, ബത്തക്കും മറ്റുള്ള ഫ്രൂട്ട്സും മുന്തിരിയൊന്നും എപ്പോഴും വേണ്ട. പക്ഷെ തേങ്ങ എപ്പോഴും വേണം. സുബ്ഹാനല്ലാഹ്. അള്ളണ്ട് എന്നുള്ള തെളിവ് പറയുകയും തെളിവ് ചോദിക്കുകയും ചെയ്യുന്നവരാണ് വലിയ കുട്ടികൾ. തെളിവ് പറയുന്നവര് പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ തർക്കടില്ല. അള്ളണ്ട് എന്നുള്ളതിന് തെളിവ് പറയുന്നവരാണ് യഥാർത്ഥ ഈമാന്റെ ഉടമകളുടെ ഇടയിൽ വലിയ കുട്ടികൾ. കാരണം അള്ളണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? നമ്മളൊക്കെ തെളിവന്നല്ലേ, ഈ ആകാശവും ഭൂമിയൊക്കെ തെളിവന്നല്ലേ. ഇനി വേറെ തെളിവ് പറയണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ദർശനം നടത്തുന്ന മഹാനാണ്. അറിയപ്പെട്ട തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളുടെ ഉടമയാണ്. അവര് തന്റെ ശിഷ്യന്മാരുമായി ഒരിക്കൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയോരത്ത് ഒരു വൃദ്ധ ഇങ്ങനെ നോക്കിക്കാണ്. അപ്പൊ വലിയൊരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഒരുപാട് മുത്താലിമീങ്ങൾ അങ്ങനെ പോവാ. അപ്പൊ ആ മുത്താലിമീങ്ങളിൽ ഒരു മുത്താലിമിനെ വിളിച്ചോണ്ട് ഉമ്മ ചോദിച്ചു, പ്രായമുള്ള ഉമ്മയാണ്, മോനെ ആ പോകുന്ന ഉസ്താദ് ആരാന്ന് ചോദിച്ചു. കേട്ടപ്പോ കുട്ടിക്ക് ദേഷ്യം പിടിച്ചു. കാരണം ഉസ്താദ് ഉസ്താദ് അറിയപ്പെട്ട ആളാ. അറിയപ്പെട്ട ഒരാളെ കുറിച്ച് ആ ആളുടെ ശിഷ്യനോട് ആരാന്ന് വെച്ചാൽ ശിഷ്യന് ദേഷ്യം പിടിക്കും അല്ലെ? അങ്ങനെയല്ലേ, ശിഷ്യന് ദേഷ്യം പിടിക്കും. അപ്പൊ ഈ കുട്ടിക്ക് ദേഷ്യം പിടിച്ചു. ഉമ്മ നിങ്ങൾക്ക് ആ ഉസ്താദിനെ അറിയില്ലേ? ഇല്ല മോനെ, അതുകൊണ്ടാ ചോദിച്ചേ. അള്ളണ്ട് എന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ സ്ഥിരപ്പെടുത്തിയ അൽ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു ആണല്ലോ അമ്മ. അപ്പൊ ഈ തള്ള പറഞ്ഞു, അള്ളണ്ട് എന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകളോ? ഈ തെളിവുകൾ കൂട്ടുന്നത് ഉറപ്പില്ലായിട്ടല്ലേ? നല്ല ഉറപ്പുള്ളതിന് എന്തിനാ കൂടുതൽ തെളിവ്? നമ്മളുണ്ട് എന്നുള്ളതിന് തെളിവാണോ? വേണം. നിങ്ങളിപ്പോ അവിടെ ഇരിക്കണ്ടെന്നല്ലേ ഞാൻ ഇങ്ങനെ തെളിവ് പറയാം. അതിനേക്കാൾ ഉറപ്പല്ലേ എനിക്ക് അള്ളണ്ട് എന്നുള്ളതിന്? പിന്നെ ഞാൻ എന്തിനാ ഒരുപാട് തെളിവ് പറഞ്ഞു? നിങ്ങൾ അവിടെ ഇരിക്കണ്ട എന്നുള്ളതിന് ഞാൻ ഇവിടെ നിന്ന് 1000 തെളിവ് പറഞ്ഞ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിലയിരുത്തുക? സുഖമില്ലാന്നല്ലേ, ഇയാളെ വാഴലിന് പറ്റൂല എന്നല്ല മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്നതിനേക്കാൾ എനിക്ക് ഉറപ്പാണ് ഖാലിഖായ റബ്ബുണ്ടെന്ന്. പിന്നെ എന്തിനാ ഒരുപാട് തെളിവുകൾ പറയുന്നു? സത്യത്തിൽ അത് വിവരമില്ലാത്ത ഉമ്മയാണെങ്കിലും നല്ല പവറുള്ള ഈമാന്റെ ഒരു സ്വരാണ്. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു കേട്ടപ്പോ റാസി ഇമാം പറഞ്ഞു, പടച്ചോനെ ഇങ്ങനത്തെ ഈമാൻ എല്ലാവർക്കും തരണേ അല്ലാഹ്. റാസി ഇമാമിന് ഉറപ്പില്ലാത്തോണ്ടല്ല, പിന്നെ അന്ന് ഒരുപാട് യുക്തിവാദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ നേരിടാൻ അവര് തെളിവ് പറഞ്ഞു, അല്ലാതെ അവർക്ക് ഉറപ്പില്ലാത്തോണ്ടല്ല. പക്ഷെ ഈ ഉമ്മാന്റെ മറുപടി ഉണ്ടല്ലോ, അത് വല്ലാതെ തുളഞ്ഞു കയറി. അള്ളണ്ട് എന്നുള്ളതിന് ഖുർആനിലും കുറെ തെളിവൊന്നുമില്ലല്ലോ. ഇല്ല, ഖുർആനിൽ അള്ളണ്ട് എന്ന് വല്ലാതെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഖുർആനിലൊക്കെ അള്ളാന്റെ ഖുദ്റത്ത് അറിയിക്കാനുള്ള ആയത്തുകൾ. അള്ളണ്ട് എന്നുള്ളതിന് ആയത്ത് വളരെ കുറവാണ്. കാരണം അള്ളണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യമില്ലാന്ന് ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ. ഇത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസാണ് റജബ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ പറയും. ഒന്നും കൂടി ആമീൻ പറയും. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊരിക്കൽ യുക്തിവാദികൾ, ഇനി യുക്തിവാദികളുടെ കാലമല്ല, സോഷ്യൽ മീഡിയ അലക്കാണ്. കുട്ടികളുടെയൊക്കെ ചവിട്ടിലേക്കും ഹൃദയത്തിലേക്കും വിഷം കയറുന്ന, പോയസം കയറുന്ന കാലാണ്. യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് അടിച്ചു വീശുന്ന കാലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും. പ്രിയപ്പെട്ടവരെ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അന്ന് യുക്തിവാദികളുമായി, ഞാൻ പറയുന്ന ഒരു പോയിന്റും വിടരുത്, വേറെ ചില വിഷയങ്ങൾ കയറി വന്നാൽ തന്നെ പറഞ്ഞു വെച്ചതിലേക്ക് മടങ്ങും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യുക്തിവാദികളുമായിട്ട് ഒരു വാദപ്രയോഗത്തിന് തീരുമാനിച്ചു. ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കി. സാസിൽ എല്ലാരും ഒരുമിച്ച് കൂടി.
മുസ്ലിമീങ്ങളും യുക്തിവാദികളും വാദപ്രയാസത്തിനുള്ളവരെല്ലാരും ഒരുമിച്ച് കൂടി. പക്ഷെ അബൂ ഹനീഫ റളിയല്ലാഹു വന്നില്ല. ഉദാഹരണത്തിന് സമയം 10 മണിയാന്ന് കൂട്ടിക്കോ, 11-12 മണി വരെ വന്നില്ല. അപ്പൊ തന്നെ യുക്തിവാദികൾ ഇനി പിരിച്ചുവിടാ, തോറ്റില്ലേ. ഇതാണ് മുസ്ലിമീങ്ങൾ. അവർക്കൊന്നിനും കഴിയില്ല, അവര് വിഡ്ഢികളാണ്, എന്തൊക്കെയോ പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. കുറെ കഴിഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു വരുന്നത്. അവരുടെ പണി അങ്ങനെയാണ്. കുറെ കഴിഞ്ഞപ്പോ വന്നു, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. സ്റ്റേജിൽ കയറി എല്ലാരും ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, 2 വാക്ക് എനിക്ക് ആമുഖമായിട്ട് പറയാനുണ്ട്. എന്നെ പ്രതീക്ഷിച്ച് ഒരുപാട് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണങ്ങളോ ശ്രദ്ധിക്കണേ, ഞാൻ വരുന്ന വഴിയിൽ വലിയൊരു പുഴയുണ്ട്. ആ പുഴ വിട്ടുകിടക്കണമെങ്കിൽ വഞ്ചി വേണം. വഞ്ചി ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് പുഴയ്ക്ക് പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു മരം മുറിഞ്ഞു വീണുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നിട്ട് സ്വയം വഞ്ചിയായി. അത് സ്വയം വഞ്ചിയായി എന്നോട് അതിൽ കയറാൻ വേണ്ടി പറഞ്ഞു. ഞാനതിൽ കയറിയപ്പോൾ പിന്നെ ആ മരം സ്വയം വഞ്ചിയായി എന്നെ കയറ്റി ആ വഞ്ചി എന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ ഇത്രയും സമയം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അല്പം ലേറ്റ് ആയത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണോന്ന് പറഞ്ഞു. അതിൽ യുക്തിവാദികൾ അങ്ങ് കൈയൊട്ടി ചിരിച്ചു. ഇനി വാദപ്രയാസം വേണ്ട, വിഡ്ഢിയാണ്. ഈ വിഡ്ഢിയുമായിട്ട് വാദപ്രയാസം നടത്താൻ ഞങ്ങളില്ല, പരാജയപ്പെട്ടു. കാരണം എന്തെന്നാ ഇയാള് പറയുന്നത്, അയാളുടെ മുമ്പിലേക്ക് ഒരു മരം സ്വയം മറിഞ്ഞു വീഴുക, ആ മരം സ്വയം വഞ്ചിയാവുക, ആ വഞ്ചി അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു കപ്പിത്താൻ, ഒരു വഞ്ചിക്കാരൻ ഇല്ലാതെ വരിക, എന്നിട്ട് തോണിക്കാരില്ലാതെ ഈ വഞ്ചിയിലേക്ക് അദ്ദേഹം കയറുക, എന്നിട്ട് തോണി എങ്ങോട്ടാണ് ദിശ അറിയാത്ത ഈ മനുഷ്യനുമായിട്ട് ഈ തോണി സ്വയം ഇങ്ങോട്ട് വരിക, എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് നടന്ന തോണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരിക. ഇങ്ങനെ സ്വയം ഒരു കാര്യം, ഒരു മരം വഞ്ചിയാവുകയും ആ വഞ്ചി ഇദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യാന്ന് പറയുന്ന ഇദ്ദേഹം എത്രമാത്രം വലിയ വിഡ്ഢിയാണ്. ഈ വിഡ്ഢിയോട് വാദപ്രതിവാദം നടത്തേണ്ടതുണ്ടോ? ഇയാള് വിഡ്ഢിയല്ലേ എന്ന് വെച്ചു. എല്ലാം സാഗൂതം കേട്ട അബൂ ഹനീഫ റളിയല്ലാഹു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കേവലമായൊരു മരം അത് വീണുകൊണ്ട് സ്വയം വഞ്ചിയായി എന്നെ ഇങ്ങോട്ട് എത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിഡ്ഢിയാണെന്ന് മുദ്ര കുത്തിയവരെ, ഈ ഭൂമിയും ആകാശവും കടലും കാടും മരങ്ങളും പൈങ്കിളികളും പക്ഷികളും ലോകത്തുള്ള സൃഷ്ടി പ്രതിഭാസങ്ങളും 1500 കോടി കൊല്ലമായത്രേ സൂര്യൻ കറങ്ങാൻ തുടങ്ങിയിട്ട്. ഭൂമിയേക്കാൾ 15 ലക്ഷം ഇരട്ടി വലുപ്പമാണുള്ളതെങ്കിൽ ആ സൂര്യനടക്കം അനന്തകോടി താരകങ്ങളടക്കം എത്രയോ ഗാലക്സികളടക്കം അമ്പിളിയടക്കോ മനുഷ്യന്റെ ക്യാമറ എത്താത്ത സ്വകാര്യ ഗോളങ്ങളടക്കം അറിയുന്ന ഗോളങ്ങളടക്കോ എല്ലാത്തിനെയും അതാ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സ്വയമായി പൂവായതാണ്, സ്വന്തമായി ഉണ്ടായതാണ് എന്ന് പറയുന്ന നിങ്ങളാണോ? ഒരു മരം സ്വയം വഞ്ചിയാണ് എന്ന് പറയുന്ന ഞാനാണോ ഭ്രാന്തൻ? നിങ്ങളല്ലേ ഭ്രാന്തന്മാർ? ഒരു മരം സ്വയം വഞ്ചിയാന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ വിഡ്ഢിയാണെങ്കിൽ ഈ ഭൂമി ആകാശമൊക്കെ സ്വയം ഉണ്ടായെന്ന് പറഞ്ഞ നിങ്ങളല്ലേ ഭ്രാന്തന്മാർ? ഞാനാണോ? അതിനു വേണ്ടിയിട്ടാണ് വൈകിയത്. കണ്ടങ്ങള് മഹാന്മാരുടെ ബുദ്ധി. ഇതൊക്കെ വെറുതെ ഉണ്ടായതാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسرا ثم أماته فأقبرا. നന്നായി ശ്രദ്ധിക്കണേ. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നശിക്കട്ടെ. അല്ലാഹു പറയാ മാഗ്ഫറ. എന്താണ് അവൻ നിഷേധിക്കാൻ കാരണം? എന്താണോ അല്ലല്ല എന്ന് പറയണത്? എന്താ അവന് പറ്റിയത്? എന്നിട്ട് അല്ലാഹു ചോദിക്കണേ, മിൻ അയ്യി ശൈഇൻ ഖലഖ, അവന്റെ മെറ്റീരിയൽ ഏതാണോ ഒന്നും പരിശോധിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നന്നായി ശ്രദ്ധിച്ചാലേ മനസ്സിലാവട്ടോ. നമ്മള് മാർക്കറ്റിൽ നിന്ന് ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും അതിന് മൂല്യം കിട്ടുന്നത് അത് നിർമ്മിക്കപ്പെട്ട മെറ്റീരിയൽ അനുസരിച്ചുകൊണ്ടാണ്, അല്ലേ? എന്താ നിങ്ങളൊന്നും സമ്മതിക്കാത്ത? അല്ലേ? മോശപ്പെട്ട സാധനം കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കിയിട്ട് അതിനെ പെയിന്റ് അടിച്ചാൽ പൈസ കൊടുക്കുവോ? കുറെ ചപ്പും ചവറും ഉണ്ടാക്കിയിട്ട് ഒരു വസ്തു ഉണ്ടാക്കി, എന്നിട്ട് അതിന് നല്ല ചൊറുക്കുള്ള പെയിന്റ് അടിച്ചാല് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയാണ്? അപ്പൊ അവൻ പറയാണ്, ഇത് പിന്നെ എന്തെങ്കിലും മൂത്രം കൊണ്ട് ഉണ്ടാക്കിയാണെങ്കിൽ മലം കൊണ്ട് ഉണ്ടാക്കിയാണ്, എന്നിട്ട് പെയിന്റ് അടിച്ചാൽ ആരെങ്കിലും പൈസ കൊടുക്കോ? നിങ്ങൾ കൊടുക്കോ? ഇല്ല, ഉറപ്പല്ലേ? അപ്പോ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയ അതിന്റെ മെറ്റീരിയലാ. മനുഷ്യനാകുന്ന ലോകത്തെ അത്ഭുത സൃഷ്ടിയുടെ മെറ്റീരിയൽ ഏതാ?
ഞാൻ പറഞ്ഞ ഞങ്ങള് എന്റെ വായ ഒത്തൂലെ, നിങ്ങൾക്ക് കൊണ്ടുവന്ന ഞങ്ങൾ തട്ടൂലെ, എന്നിട്ട് മനുഷ്യന് മാർക്കറ്റ് കുറവുണ്ടാവും. ഏറ്റവും മോശപ്പെട്ട ഒരു സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റ് കുറവുണ്ടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ചോദിക്കുക, ഖുത്തിലൽ ഇൻസാനു മാ കഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ. ഓന്റെ മെറ്റീരിയൽ ഏതാണോ ചിന്തിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇനി നോക്ക്, നമ്മള് നിങ്ങൾക്ക് ഇൽമില് രസമില്ലേ? ഇൽമിൽ നിങ്ങൾക്ക് രസമില്ലേ? ഇൽമിൽ നിങ്ങൾക്ക് രസമില്ലേന്ന് ഞാൻ പായസം വിളമ്പിത്തരാം. ഇൽമിൽ രസമില്ലേ? എന്നാ നന്നായി ശ്രദ്ധിക്കണേ. അള്ളാനെ തലയെ കയറ്റിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെ നമ്മളിങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതിനിടയ്ക്ക് പറയും സമി അല്ലാഹു അക്ബർ എന്ന് അങ്ങനെ പറയുന്ന ആളൊരാണ്. നിസ്കാരത്തിൽ സമി അല്ലാഹു അക്ബർ എന്ന് അറിയാം. വയന്നുങ്ങാണ് നിൽക്കണം. എന്താണ് ഈ അല്ലാഹു അക്ബർ? ആരാണ് അല്ലാഹ്? എന്താണിത്? നമ്മളൊരു സംഗതിയെ കുറിച്ച് നിങ്ങളൊക്കെ ഒരു കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ചീട്ട് കളിക്കണം. അപ്പൊ ഒരു പോലീസ് ജീപ്പ് വരുന്നാണ്ട് ഓടൂലേ? ഓടൂലേ? ഓടും. കാരണം തോൽക്കാർ അതിൻ്റെ ഉള്ളിൽ ആരാണ്? അപ്പൊ ഇവരെ ഓടിച്ചത് അറിവാണ്. നേരെ മറിച്ച് കുറെ പൈതങ്ങളാണെ അവർ ഓടുവോ? ഒരു പാമ്പ് ഇങ്ങനെ വരികയാണ്, വലിയൊരു രാജവമ്പാലെന്ന് കൂട്ടിക്കോളി. അങ്ങോട്ട് നോക്കണ്ട, വരുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇങ്ങനെ വരെ കൂട്ടാപ്പ അതിന് പഞ്ചായത്തിൽ നികുതി ഒന്നും കൊടുക്കണ്ടല്ലോ, അത് സങ്കല്പിച്ചാ പോലെ. ഒരു രാജവമ്പാല എങ്ങനെ വരികയെന്ന് കൂട്ടുക. വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓടൂലേ? നേരെ മറിച്ച് അവിടെ കുറെ കുട്ടികളാണെങ്കിൽ ഓടുവോ? ചെറിയ തൊട്ടി കിടക്കുന്ന കുട്ടികൾ ഓടുവോ? ഇല്ല, കാരണം കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പൊ നിങ്ങൾ ഓടിച്ചെന്താ? അറിവാണ്. നേരെ മറിച്ച് ഒരു വമ്പാല വരുന്നതിന് ഞാൻ ഒരു കയറാൻ ഇട്ട് നിങ്ങൾ ഓടുവോ? ഇല്ല, നിങ്ങൾക്ക് അറിയാം. അതേ നീളത്തിൽ തന്നെ ഈ സാധനം വരുന്നത്. രണ്ടാമത്തിൽ നിങ്ങൾ ഓടാത്തത് നിങ്ങൾ അറിവാണ്, ഒന്നാമത്തിൽ ഓടുന്നത് അറിവാണ്. അപ്പൊ അറിവാണ് പ്രധാനം. ചിന്തിക്കണേ, ചിന്തിക്കണേ, ബുദ്ധിയുള്ളവർ ചിന്തിക്കണേ. ഇനി ഇത് പഠിക്കാത്തവനും വിഡ്ഢിയല്ലേ മുസ്ലിമീങ്ങള്. ഭക്ഷണം നൽകുന്ന റബ്ബ്, ഓക്സിജൻ നൽകുന്ന റബ്ബ്, വായു നൽകുന്ന റബ്ബ്, വെളിച്ചം നൽകുന്ന റബ്ബ്, വെള്ളം നൽകുന്ന റബ്ബ്, ചവക്കാൻ പറ്റുന്ന പല്ലും ദഹിക്കാൻ പറ്റുന്ന ഉമിനീരും കൊടലും നൽകുന്ന റബ്ബ്, ഭക്ഷണത്തിൽ നിന്ന് പോഷകം മാത്രം ശരീരത്തിലേക്ക് എടുത്തുകൊണ്ട് വേസ്റ്റ് തള്ളാൻ സഹായിക്കുന്ന റബ്ബില്ലയോ ഉമ്മമാരെ? ആ റബ്ബിനെ അറിയാതെ മരിക്കുന്നത് അതോ ഗതിയല്ലയോ, പരാജയമല്ലയോ? മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഇനി കേൾക്കണേ. തുമ്മ സബീല യസ്സറ. എന്താണെന്നറിയാം? ഒരു ചെറിയ ബീജം, ശാസ്ത്രം പറയുന്ന ഒരു ബീജത്തെ 60 കോടിയായി അംശിക്കപ്പെട്ടതിൽ നിന്നൊരു ചെറിയ കണികയാണ് മനുഷ്യന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തത്. സുബ്ഹാനല്ലാഹ്. ഒരു ബീജാംശത്തെ 60 കോടിയായി വിഭജിക്കപ്പെട്ടതിന്റെ ഒരു ചെറിയ അണു. അതാണ് ഇപ്പൊ ഇരിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചും പ്രഭാഷകനൊക്കെ. ബർത്ത്ഡേക്ക് എല്ലാരും കേക്ക് മുറിക്കും. ബർത്ത്ഡേന്റെ തലേന്നത്തെ കേക്ക് ഒന്ന് മുറിച്ചു നോക്കാൻ. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കലുണ്ടല്ലോ. ബർത്ത്ഡേന്റെ മുമ്പുള്ള ദിവസങ്ങൾക്ക് കേക്ക് മുറിക്കാത്ത എന്താ? കേക്ക് മുറിക്കാൻ പറ്റുന്ന കോളത്തിലല്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ആ ചെറിയ അണുവിലാണ് എല്ലുകളൊക്കെ ഉണ്ടായത്. എത്ര സൈസ് എല്ല്? ചിലത് നേർന്നിട്ട്, ചിലത് കമ്പ്, ചിലത് വളഞ്ഞിട്ട്, ചിലത് കുറച്ച് കട്ടിയിൽ, ചിലത് കട്ടിയില്ലാതെ, ചിലത് ഇങ്ങനെ ഉരുണ്ടിട്ട്. ഏതെല്ലാം സൈസ് എല്ലുകളാണുള്ളത്? ഇതൊക്കെ വാപ്പിയമ്മയും തന്നതാ എല്ല്. 1,00,000 കിലോമീറ്റർ നീളുന്ന ഞരമ്പുണ്ട്. 1,00,000 കിലോമീറ്റർ നീളുന്ന ഞരമ്പുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, എന്റെ ശരീരത്തിലും. ഇത് ഉമ്മാന്റെ സംഭാവനയാണോ? ബ്ലഡ് സർക്കുലേഷൻ പ്രധാനമന്ത്രിയുടെ സംഭാവനയാണോ? തലച്ചോറ് മൂത്താപ്പ തന്നതാണോ? നാവ് എളാപ്പാന്റെ മോന്റെ സംഭാവനയാണോ? മൂക്ക് അമ്മായിമ്മ ഉണ്ടാക്കി തന്നതാ? ഇതിൽ ഏതെങ്കിലും ഒന്ന് പള്ളി കമ്മിറ്റി സംഭാവന ചെയ്തോ? എന്നിട്ട് നമുക്ക് അറിയാത്തൊരു പടപ്പോളില്ല, പടച്ചോനിട്ട് അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ. ഇതിനേക്കാൾ വലിയ വിഡ്ഢികളുണ്ടോ? മണ്ണിന്റെ അടിയിൽ സുഖമായിട്ട് പോയി കിടക്കാൻ പറ്റുന്ന കരുതിയെ. അവിടെ പോയ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ വരുമ്പോ ആരാണ് കേരളം ഭരിച്ചെന്നുള്ളതല്ല. അവിടെ പോയ ചോദ്യം ഗൾഫിൽ എന്റെ കഫീൽ ആരായിരുന്നു എന്നുള്ളതല്ല. ഭൂമിക്ക് വരുമ്പോ നമുക്കൊരാളെ പഠിപ്പിച്ചിട്ടുണ്ട്. നൊന്ത് പ്രസവിച്ചത് ഉമ്മന്നെയാണ്. നൊന്ത് പ്രസവിച്ചത് ഉമ്മന്നെയാണ്.
ഉമ്മ കഠിനമായി വേദന സഹിച്ചിട്ട് തന്നെയാണ് മോനെ അല്ലെങ്കിൽ മോളെ പ്രസവിച്ചത്. എന്നാൽ പ്രസവിച്ച നവജാത ശിശുവിന്റെ ചവിട്ടി കേൾപ്പിക്കുന്ന ഉമ്മാന്റെ പേരല്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്കിൽ എവിടെങ്കിലും വാപ്പാനിമാനും പേരുണ്ടോ? ബാങ്കിൽ എവിടെങ്കിലും വാപ്പാനിമാനും പേരുണ്ടോ? പള്ളി സെക്രട്ടറി പേരുണ്ടോ? ഖത്തീബിന്റെ പേരുണ്ടോ? കാളിയുടെ പേരുണ്ടോ? ഓരോ സ്ഥലത്തും പ്രസവിക്കുന്ന കുട്ടീന്റെ ചവിട്ടില് ആ നാട് ഭരിക്കുന്ന മന്ത്രിന്റെ പേരുണ്ടോ? ഇല്ല. നമുക്ക് ബന്ധപ്പെട്ട ഇതൊന്നുമല്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് ഇനിയാണ് പഠിക്കേണ്ടത്. ബോധം വെച്ചാല് വകതിരി വന്ന പഠനം തുടങ്ങണം. ഇല്ലെങ്കിൽ ഖബറിൽ കിടക്കാൻ കഴിയൂല. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ അസ്സബീല യസ്സറ. ഞാൻ കുറെ ഓപ്പറേഷൻ ഒഴിഞ്ഞു കിട്ടും. അതിന് ഞാന് ഈ ആയത്തൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞേട്ടെ. എന്താ നിങ്ങൾ പറയാത്തത്? എന്നോട് പറഞ്ഞിരുന്നു ആണുങ്ങളെ തീരെ കിട്ടൂല, നിങ്ങൾ ക്ഷമിക്കണമെന്ന്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്കുള്ള ആണുങ്ങളെ എല്ലാ ദിവസവും അള്ളാഹു തആല തരലുണ്ട്. അപ്പൊ എനിക്ക് ഏക ആളുകൾ ഒന്നും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടല്ലോ കുറച്ചൊക്കെ ആണുങ്ങൾ. ഇനി നിങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് തവക്കുലുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന നന്നായി ഉൾക്കൊണ്ട് നിങ്ങൾക്ക് തവക്കുലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി പല സർജറിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഇന്ന് ഗർഭിണികൾക്ക് കൂടുതലും ഓപ്പറേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങള് സ്കാനിങ്ങില് കുട്ടിന്റെ കടത്തം ശരിയല്ല എന്ന് പറയും. ഞാനീ പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? കുട്ടിന്റെ കടത്തം ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്പറേഷനാ. ഞാൻ പറയട്ടെ, പല ഗർഭങ്ങളിലും പല ഗർഭിണികൾക്കും അവരുടെ ഗർഭാശയങ്ങളിൽ ശിശുക്കളുടെ കിടത്തം ശരിയല്ല, പിന്നെ അള്ളാഹ് ശരിയാക്കി കൊടുക്കലാണെന്ന് ഖുർആനിലുണ്ട്. എന്നോടൊരിക്കല് ഒരു ഡോക്ടർ കരഞ്ഞോണ്ട് വിളിച്ചു, സ്ഥലേ നാളെയാണ് ഭാര്യയുടെ ഓപ്പറേഷൻ, എന്തേന്ന് വെച്ചു. അല്ല ഗർഭിണിയാണ്. ഗർഭിണി ആയതുകൊണ്ട് ഇതിന് ഓപ്പറേഷൻ അല്ല, കുട്ടീന്റെ കിടത്തം ശരിയല്ല. ഞാനെപ്പോൾ അദ്ദേഹത്തിന് ഈ ആയത്തോതി കൊടുത്തു, ഡോക്ടറെ പല കുട്ടികളുടെയും കിടത്തം ശരിയാവൂല, പിന്നെ അള്ളാഹ് ശരിയായി കൊടുക്കാന്ന് ഖുർആനിലുണ്ട്. ഖുർആനിലോ? ആ ഖുർആനിലുണ്ട്. എവിടെ? ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു സുമ്മ അസ്സബീല യസ്സറ. ഭ്രൂണത്തെ അല്ലാഹു തആല ഉണ്ടാക്കി എന്നിട്ട് അല്ലാഹ് പറയാണ് സുമ്മ പിന്നെ ബയ്യ അസ്സബീല, പുറത്തു വരാനുള്ള വഴി യസ്സറ, അവനെ നമ്മൾ എളുപ്പമായി കൊടുക്കും. ബയ്യ പിന്നെ വരാൻ നേരത്ത് ആദ്യം തിരിച്ചു കൊടുക്കും. ഖുർആനില് നമ്മൾ സ്കാനിങ് ചെയ്യാ, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കിടക്കുന്നുണ്ട്, അപ്പൊ പള്ളാണ്ട് കീറുക. ഇതന്നെ പണി. ഖുർആനും ഇല്ല, അറിവില്ല, തവക്കുലില്ല, സബറുമില്ല. അള്ളാന്റെ ഖുർആനെ പറഞ്ഞ് നമ്മള് വരുന്ന സമയത്തെ ചിലപ്പോൾ വഴി ശരിയായി കൊടുക്കുള്ളൂ, അതിനും ചിലപ്പം ബ്ലോക്കായി കൊടുക്കും. നമ്മൾ സാധാരണ വലിയ വലിയ പരിപാടിക്ക് പോകുമ്പോ വണ്ടി ഒരു ഇടലല്ലേ, പിന്നെ എടുക്കാൻ നേരത്തല്ലേ ശരിക്കും എടുക്കുക. ഇപ്പൊ ഇന്ന് എന്നെ കൊടുന്നപ്പോ ആ വീട്ടിൽ വണ്ടി നേരാണ്ട് ഇട്ടിട്ട് എന്നെ ഇറക്കി, പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്തെ തിരിച്ച് വലിച്ചിട്ട് ശരിക്കും എടുത്ത് നമുക്കതൊക്കെ പറ്റുന്ന അള്ളാഹ്ക്ക് പറ്റൂല. ആ കുട്ടി എങ്ങനെയും കിടക്കട്ടെ, പിന്നെ വരാൻ നേരത്തെ ശരിയാക്കിയ പോലെ അള്ളാഹ് ശരിയാക്കുമല്ലോ. എന്തിനാ ഓപ്പറേഷൻ ചെയ്യണേ? ഇനി ഏതെങ്കിലും ഡോക്ടർ ഓപ്പറേഷന് വിധിച്ചിട്ട് എന്റെ പ്രസംഗം അതിന് തടസ്സാവും വേണ്ട, തവക്കലുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. നമ്മളൊരു പ്രധാനപ്പെട്ട വസ്തു നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വലിയ വിശാലമായ റൂം എടുക്കുക, എല്ലാ സൗകര്യമുള്ള സ്ഥലം, വിശാലമായ റൂം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ അല്ലാഹു തആല റൂം അറന്റെ ഉള്ളിൽ ഇരുട്ടത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി. നമുക്കൊരു സാധനം പ്രധാനപ്പെട്ട ഉണ്ടാക്കണേ എന്ത് വേണം? എല്ലാ ശാസ്ത്രീയ സെറ്റപ്പ് സൗകര്യ സംവിധാനമുള്ള AC ഒക്കെ ഉള്ള വലിയ റൂം. അങ്ങോട്ട് ആരും വരാനും പാടില്ല. എന്നാൽ ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയായ മനുഷ്യൻ അള്ളാഹ് ഉണ്ടാക്കിയതോ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് ഇരുട്ടത്ത് വെച്ചിട്ട്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു സുമ്മ അസ്സബീല യസ്സറ. ഓ റബ്ബിനെ മറക്കല്ല ഉമ്മ,
റബ്ബിനെ മറക്കല്ലേ പെങ്ങളെ. കഴിഞ്ഞ കാലത്ത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് റബ്ബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവരാണ്. അറിയുമോ, ഈ മാസം വിട പറഞ്ഞ മഹാനല്ലേ അബൂ ഹനീഫ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ഖാജാ തങ്ങളൊക്കെ ഈ മാസം വിട പറഞ്ഞ മഹാന്മാരാണ്. ഒരിക്കൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ദർസ് നടത്തുന്ന കാലമല്ലേ, ആ സമയത്ത് പള്ളിയിൽ ഇശാക്ക് ശേഷം വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഓതി സൂറത്തു സൽസലായത്തി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി അതിന്റെ കിലുക്കം കുലുങ്ങുന്ന സന്ദർഭം. ആ വലിയ കുലുക്കത്തിന്റെ മുന്നോടിയാണ് ഇപ്പോൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന തുർക്കിയിലുള്ള 25,000-ലേറെ ആളുകളുടെ മരണത്തിന് അതിനപ്പുറം തന്നെ ആവാനുള്ള സാധ്യത. അങ്ങനെയുള്ള വലിയ കുലുക്കം കൊണ്ട് എത്ര പേരാണ് ഇപ്പോഴും ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ളത്, എത്ര പേരാണ് ഇപ്പോഴും തകർന്ന് തരിപ്പണമായ കൂറ്റൻ വലിയ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ അവശിഷ്ടമായി കിടക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് ഗർഭസ്ഥ ശിശുക്കളായി മരിച്ചു പോയതും മരിക്കാതെ കിടക്കുന്നതോ. നിങ്ങൾ ഫോട്ടോ വീഡിയോ കണ്ടില്ലേ? ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കാലിന്റെ ചോപ്പ് മാറാത്ത പൈതൽ പ്രിയപ്പെട്ട പിതാവിനെ നോക്കി മരണത്തിന്റെ തൊട്ടു മുമ്പ് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ അല്ലാ തലയിൽ കയറിയ പിതാവില്ലേ, കലിമ കൽബിൽ കയറിയ പിതാവില്ലേ, തകർന്നടിഞ്ഞ് മരിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട മോന് അടിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്തത് ഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെ കേൾക്കുന്ന ഉമ്മ, ഇന്ന് രാത്രി നിങ്ങളുടെ ഈ നാടോ എന്റെ നാടോ അങ്ങ് പ്രകമ്പനം കൊണ്ട് വിറയ്ക്കുമ്പോ നമ്മുടെ മോന് മുകളിൽ പെട്ടിട്ട് ആ മോൻ ഹൈറാനായി മരണത്തിന്റെ വെപ്രാളത്തിൽ വാപ്പച്ചിയെ വിളിച്ചു ഉപ്പാ, അല്ലെങ്കിൽ ഉമ്മച്ചിയെ വിളിച്ചു ഉമ്മ എന്ന് മുകൾ ഭാഗത്ത് നിന്ന് താഴെ ഉടഞ്ഞു വീഴാനിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ കൺമണി അങ്ങ് പറഞ്ഞാല് ആ സമയത്ത് മരിക്കാൻ പോകുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അള്ളാനെ പറഞ്ഞു കൊടുക്കാ. എന്നെ കേൾക്കുന്ന ഉപ്പമാരിൽ എത്ര പേർക്ക് ഈമാൻ ഉറച്ചിട്ടുണ്ട്, എത്ര ഉമ്മമാർക്ക് തഖ്വയുണ്ട്. ഇല്ലെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് സ്നേഹമുള്ള ഘട്ടങ്ങളിലോ, ഏത് പ്രയാസമുള്ള ഘട്ടങ്ങളിലോ, ഏത് സന്തോഷമുള്ള ഘട്ടങ്ങളിലും, ഏത് സന്താപമുള്ള ഘട്ടങ്ങളിലോ, ഏത് സദസ്സുകളിലും, ഏത് ഒറ്റക്കുള്ള സമയത്തും നമ്മുടെ ഖൽബ് ത്രസിക്കേണ്ടത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു തആല ഇശാക്ക് ശേഷം അതാ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സൂറത്തു സൽസല പാരായണം ചെയ്യുകയാണ്. സൂറത്തു സൽസല പാരായണം ചെയ്ത് അവസാനം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന സൂറത്തു സൽസലയിലെ ഭാഗമങ്ങ് അവസാനത്തെ ആയത്തങ്ങ് എത്തിയപ്പോൾ ഹദീസിന്റെ ലക്ഷപ്രഭുവായ അബൂ ഹനീഫ റളിയല്ലാഹു തആല മദ്ഹബിന്റെ ഇമാമുകളിൽ 4 ആളുകളിൽ അബൂ ഹനീഫ തങ്ങൾക്കുള്ള ഒരു ഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല. അത് സ്വഹാബാക്കളിൽ 4 ആളുകളെ നേരിട്ട് കണ്ട താബിയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല സ്വഹാബാക്കളെ കണ്ടിട്ടില്ല. ഇമാം മാലിക് തങ്ങൾ സ്വഹാബാക്കളെ കണ്ടിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ സ്വഹാബാക്കളെ കണ്ടിട്ടില്ല. മദ്ഹബിന്റെ ഇമാമുകളിൽ സ്വഹാബാക്കളെ കണ്ട മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ലോക ചരിത്രത്തിൽ ആദ്യമായി ഹദീസിന്റെ കിതാബ് ഗ്രന്ഥം രചിച്ച അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പാതിരാവിന്റെ ഉള്ളറയിൽ ഉറങ്ങാതെ തഹജ്ജുദിന് വേണ്ടി സുബ്ഹി വരെ എണീറ്റ് നിസ്കരിക്കുന്ന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ ലക്ഷപ്രഭുവായ അബൂ ഹനീഫ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു ഇശാക്ക് ശേഷം ഈ ആയത്ത് അങ്ങ് ഓതിയപ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഈ ആയത്ത് ഓതിയിട്ട് അബൂ ഹനീഫ ഇമാം പിന്നെയും പൊട്ടിക്കരയുകയാണ്. പാതിരാവി പിന്നിട്ടു, കരച്ചിൽ നിർത്തിയില്ല. അവസാനം അതാ മുക്രിക്ക പള്ളി അടച്ചുകൊണ്ട് വീട്ടിൽ പോയി തിരിച്ചു സുബഹിയുടെ വാങ്ങ് കൊടുക്കാൻ വേണ്ടി പള്ളിയിലെത്തിയിട്ട് വാതിൽ തുറക്കുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വാതിൽ തുറന്ന് മുഅദ്ദിനോട് ചോദിച്ചു, ഞാൻ എണീക്കാത്തോണ്ട് നിങ്ങൾക്ക് നേരം വൈകിയല്ലേ? വാതിൽ അടച്ചുകൊണ്ട് പുറകെ പോവാൻ സമയമായി അല്ലേ? അതാ പള്ളിയിലെ മുഅദ്ദിൻ വന്നുകൊണ്ട് വാതിൽ തുറന്നപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കരുതിയത് ഇശാക്ക് ശേഷം പള്ളിയുടെ വാതിൽ അടക്കാൻ വേണ്ടി മുഅദ്ദിൻ വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. സുബ്ഹി വരെ സമയം നീണ്ടത് ഒരായത്തിന്റെ ആഴം ചിന്തിച്ച് അങ്ങ് കൽബ് കൊടുത്തിട്ട് കരഞ്ഞപ്പോ മണിക്കൂറുകൾ തള്ളി നീക്കി പോയി സുബ്ഹിയായത് അബൂ ഹനീഫ ഇമാം അറിഞ്ഞില്ല. കാരണം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ഒരു കൽബാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൽബാണ്, കൽബിന്റെ ഉള്ളിലാണ് ഇത് കയറ്റി വെക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറ്റി വെക്കേണ്ടത് തൊള്ളയിലോ ചവിട്ടിലോ അല്ല, കൽബിന്റെ ഉള്ളിലാണ്. നാളെ റൂഹിനെ കണ്ട് പിടിക്കുമ്പോ ഉള്ളിന്ന് പുറത്ത് വരുള്ളൂ. ഇത് ചുണ്ടിൽ മാത്രം തൂക്കിയിടുന്ന ഉള്ളിന്ന് വരൂല. ചുണ്ടില് തൂക്കിയടക്കണൊക്കെ എന്താ? നിങ്ങള് പനിയെല്ലാം കൂടിയാല് പിച്ചും പേയും പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിങ്ങളെ നാട്ടിൽ അങ്ങനെ പറയലില്ലേ? പിച്ചും പേയും പറയാന്ന് പറയലില്ലേ? അല്ലേ? എന്താ കാരണം? പനി അങ്ങോട്ട് പിടുത്തം വിട്ടാൽ ബാലൻസ് പോകും, വേദനാണ്ട് കൂടിയിട്ട് പിന്നെ ബോധത്തിൽ നിന്ന് നല്ല വർത്താനം വരൂല. പെട്ടെന്ന് ആക്സിഡന്റ് ആയി കാല് കത്തിപ്പോയ പിച്ചും പേയും പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം എന്താ? ഇറച്ചിമയ്ക്ക് വേദന ഒടുങ്ങിയതാണ്. ഇറച്ചിമയ്ക്ക് വേദന ഒടുങ്ങിയ ബോധം പോകും, പിന്നെ പിച്ചും പേയ പറയാ. നാളെ ഇതിനേക്കാളൊക്കെ വേദനയാണ് സമയമാണ് അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് റൂഹിനെ പിടിക്കുമ്പോ. അപ്പൊ പിച്ചും പേയും പറയാൻ നിൽക്കണ്ട. തൊള്ളയെ തൂക്കിയത് ഉള്ളിന് വരൂല, ഉള്ളിലുള്ളത് തൊള്ളയിൽ കൂടി വരുള്ളൂ. ഇത് ഉള്ളിൽ വെക്കേണ്ടതാണ്. തൊള്ള കൂടി അല്ലെ വരൂല. അല്ലെ എന്താ കുറെ ഇങ്ങനെ ചൊല്ലിക്കാണ്ട് പോവാ. ഞങ്ങളെ നാട്ടിലെ ഒരാൾക്ക് കാലിന്റെ വിരലുളിക്കപ്പോ മൂപ്പർക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമൊന്നും ഉള്ളിലില്ല, തൊള്ളയിൽ മാത്രമല്ല. മൂപ്പരെന്ത് ചെയ്ത് അങ്ങനെ ചെല്ല അല്ലാഹ് അൽഹംദുലില്ലാഹ് 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 അല്ലാഹ്. ഈ ചൊല്ലണ കൂടി കേട്ടപ്പോ നമുക്ക് തോന്നി ബൈത്തുൽ മഅമൂറിനായിട്ട് ചോർന്നു വന്നാണ്. ചൊല്ലന്നെ പണി. അപ്പൊ സ്നേഹം കൊണ്ട് ഒരാൾ ആ കാലൊന്ന് പിടിച്ച് നന്നാക്കാൻ വേണ്ടി ഒരു കുരുക്കളെ പോയി കൊടുത്തു. കുരുക്കൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കുറുക്കനല്ല, കുരുക്കള്. ഞാൻ കേട്ടിട്ട് കുറുക്കനെ കൊടുന്ന് പറയാൻ നിൽക്കുന്നത്. ഒരു കുരുക്കളെ കൊടുക്കും. ഗുരുക്കളെ കൊണ്ടുവന്ന കാലൊന്ന് പിടിച്ച് ശരിയാക്കാം. അപ്പോഴും മൂപ്പര് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊടുക്കാം. ആ ഗുരുക്കൾ അവിടെ ഇരുന്നിട്ട് ആ വീർത്ത സ്ഥലം നോക്കാൻ ടാപ്പ് എടുത്ത അപ്പൊ ഇറച്ചിമക്കാന്റെ വേദനയായി. അപ്പൊ മൂപ്പര് പറയാം, എടാ നായന്റെ മോനെ വിടടാ. അള്ളി അൽഹംദുലില്ലാഹ് പോയി. ഇറച്ചിമക്ക് വേദന ആകുമ്പോഴേ ഉള്ളിലുള്ളതാ പുറത്ത് ഇടുക, നാവുമ്പള്ളൊക്കെ പോകും. നമ്മള് തത്തമ്മ പൂച്ചാന്ന് പഠിപ്പിക്കലില്ലേ? പഠിപ്പിക്കലില്ലേ നിങ്ങള്? ഇപ്പൊ അതിനായിട്ട് വാങ്ങി പഠിപ്പിക്കണ്ട, ഞാൻ ചോദിച്ചാണ്. തത്തമ്മക്ക് പൂച്ചാന്നൊക്കെ പഠിപ്പിച്ചാ കുറെ കഴിഞ്ഞാൽ തത്തമ്മ പൂച്ചാന്ന് പറയും. പക്ഷെ പൂച്ചന്റെ തൊള്ളയിൽ പെട്ടാലോ? പൂച്ചന്റെ തൊള്ളയിൽ പെട്ടാ തത്തമ്മ പൂച്ചാന്ന് പറയില്ലെന്നാ അപ്പോഴല്ലേ പറയണ്ടേ? അപ്പൊ പഴയ സ്വഭാവം കാണിക്കുക. എന്നതുപോലെ തത്തമ്മ പൂച്ച ദിക്ർ ആക്കല്ലേ മോമിനെ, ഉള്ളിലങ്ങോട്ട് വെക്ക്. ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മമാരെ, ഇത് ഉള്ളിൽ തട്ടിയാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ആ സമാധാനം നിങ്ങൾക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിൽ അങ്ങ് വേരൂന്നിയാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്.
അത് വിശ്വാസികളുടെ കുത്തകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇന്ന് നമുക്കുള്ള സമാധാനം പണം കിട്ടുമ്പോഴുള്ള സമാധാനം, അത് പണം പോയാൽ സമാധാനവും പോകും. ഇന്ന് നമുക്കുള്ള സമാധാനം, ഉസ്താദേ വലിയ വിഷമത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ മോളെ കെട്ടിച്ചു, അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. കാക്കാ, കെലിമയുടെ പേരിലുള്ള സമാധാനം മോളെ കെട്ടിച്ചാൽ കിട്ടുന്ന സമാധാനമല്ല. കെലിമയുടെ പേരിലുള്ള സമാധാനം വീട് പണി പൂർത്തിയായാലുള്ള സമാധാനമല്ല. കെലിമയുടെ പേരിലുള്ള സമാധാനം രോഗം മാറിയാലുള്ള സമാധാനമല്ല. കെലിമയുടെ പേരിലുള്ള സമാധാനം ക്യാൻസർ പിടിച്ചുകൊണ്ട് എല്ലാ ഡോക്ടർമാര് കൈയൊഴിച്ചാലോ ഉള്ളിൽ കത്തുന്നൊരു സമാധാനമുണ്ട്. അത് കെലിമിന്റെ പേരിൽ റബ്ബ് ഓഫർ ചെയ്ത സമാധാനമാണ്. അതാണ് യഥാർത്ഥ സമാധാനം, അതാണ് സ്ഥായിയായ സുഖം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.